എന്നെ ഒരു സഹോദരി വിളിച്ചു. കോവിഡിന്റെ മൂർധന്യതയില, ഭർത്താവ് ഗൾഫില. കേൾക്കണോ? പൈസ അയക്കാൻ താമസിച്ചത് അയക്കാൻ എന്തൊക്കെ ഒത്തില്ല. പക്ഷേ ഇവൾ അസ്വസ്ഥയായി. ഇവള് പിടിപ്പെടാന്ന് വിളിച്ചു. പൈസ അയക്കാൻ താമസിച്ചു. ഒടുവിൽ ഇവൾക്ക് പൈസമായി, പിണക്കായി, കോൾ എടുക്കാതായി. 1-2 ദിവസം പൈസ ഇവിടെ ആവശ്യമാ, താമസിച്ചു. ഒടുവിൽ അയാള് പൈസ അയക്കും. പക്ഷെ ഇവൾ ആ വാട്സപ്പ് പോലും തുറന്നു നോക്കിയില്ല. പിണങ്ങി. രാത്രി ഇങ്ങനെ വിളിക്കാൻ തുടങ്ങി. അവൾ എന്ത് ചെയ്ത്? ഫോൺ സൈലന്റ് ആക്കിയിട്ട് ഇങ്ങനെ വെച്ചു. അവൾ ഉറക്കത്തിൽ കാണുക, രാത്രിയിൽ കട്ട വിളിക്കുന്നു. വിളിക്കട്ടെ. രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പം 18 മിസ് കോൾ. സന്തോഷം അവക്ക്. ഇനിയെങ്കിലും മര്യാദയ്ക്ക്. പിണങ്ങി അവള് വാശി കാണിച്ചതാ. ഉച്ചയായപ്പോ ഒരു കൂട്ടുകാരൻ വിളിച്ചു. ഇന്നാരാണോ? ആണോ? എന്താ? നിന്റെ ഭർത്താവ് ചത്ത് കിടപ്പുണ്ട് മുറിക്കകത്ത്. അറ്റാക്ക് വന്നപ്പം വിളിച്ച. അവൾ ഒറ്റ കാര്യം കൊണ്ട് ചിന്തിച്ചു, എന്നെ വേദനപ്പെടുമ്പോഴല്ലേ വിളിച്ചേ, എടുത്തിരുന്നെങ്കിൽ. ആ ഒറ്റ ചിന്ത ആ പെണ്ണിനെ മാനസികരോഗാശുപത്രിയിലാക്കി. ആ ഒറ്റ ചിന്ത അവൾ ഇന്ന് ആ കുഞ്ഞുങ്ങൾക്ക് അപ്പനില്ല അമ്മയില്ലതാക്കി. അവള് വിഷാദരോഗിയായി. രാത്രിയിലെ പിണക്ക. എന്തോന്ന് പിണക്കം? ഈ മനുഷ്യനോട് സ്നേഹമില്ലാത്ത എന്തോന്ന് ആത്മീയത? ഒരു വ്യക്തി ആരാന്ന് നമ്മൾ അറിയുന്നത് എപ്പോഴാണെന്നറിയാമോ? മരിക്കുമ്പോഴാ. അന്നേരം